നമസ്കാരം. ഞാൻ ഡോക്ടർ PL അനിൽകുമാർ. MBBS ഇന്ത്യയിൽ തന്നെ പഠിക്കുക എന്നത് ഏതൊരു നീറ്റ് ആസ്പിരൻറ്റിൻ്റെയും സ്വപ്നമാണ്. നമുക്കറിയാം 1956 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയിൽ MBBS എന്ന ഡിഗ്രി കോഴ്സ് ആരംഭിക്കുന്നത്. അതിനുശേഷം 2019 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആക്ട് നിലവിൽ വരികയും MBBS ഡിഗ്രിയെ ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മെഡിക്കൽ ഡിഗ്രിയായി അംഗീകരിക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നത്. 2025 നീറ്റ് UG പരീക്ഷയിൽ 23 ലക്ഷം വിദ്യാർത്ഥികളാണ് എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. ഈ 23 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നൊരു വലിയ സ്വപ്നമുണ്ട്. ഇന്ത്യയിൽ തന്നെ MBBS ഡിഗ്രി നേടി ഏറ്റവും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ജോലി നേടി ഒരു ഡോക്ടറാകുക എന്നുള്ള തങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാമെന്ന്. പക്ഷേ നമ്മൾ അതിലേക്ക് പോകുമ്പോൾ 2025 നീറ്റ് UG പരീക്ഷയുടെ റിസൾട്ടിനെ, അതിൻ്റെ സ്കോറിനെ വിശകലനം ചെയ്യുന്നത് ചില യാഥാർത്ഥ്യങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അവ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ 2025 നീറ്റ് UG പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം 23 ലക്ഷമാണ്. നമുക്ക് ഓൾ ഇന്ത്യ തലത്തിൽ ആകെയുള്ള MBBS സീറ്റുകളുടെ എണ്ണം 1,18,190 ആണ്. 776 മെഡിക്കൽ കോളേജുകളിൽ കൂടി. ഇതിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടും, പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടും, ഡീംഡ് യൂണിവേഴ്സിറ്റികളും ഉൾപ്പെടും. അപ്പോൾ കേരളത്തിലെ സീറ്റുകളുടെ എണ്ണം എത്രയെന്നറിയണ്ടേ? കേരളത്തിൽ നമുക്ക് 4,905 സീറ്റുകളാണ് MBBSനുള്ളത്. ഇവിടെ പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം 1,33,000. അതിൽ തന്നെ ഗവൺമെൻറ് സീറ്റുകളുടെ എണ്ണം 1,755 സീറ്റുകളാണ്. ഇതാണ് നിലവിലെ MBBS സീറ്റുകളുടെ അവസ്ഥ ഇന്ത്യയിലും കേരളത്തിൽ. ഇനി മറ്റൊരു പ്രധാന കാര്യം കൂടി. കേരളത്തിൽ നീറ്റ് UG എഴുതുന്ന 1,33,000 വിദ്യാർത്ഥികളിൽ 3.68% വിദ്യാർത്ഥികൾക്കാണ് MBBS സീറ്റിൽ അഡ്മിഷൻ കിട്ടുക. കേരളത്തിൽ, ഞാൻ പറയുന്നത് ഓൾ ഇന്ത്യ അല്ല, കേരളം. അതായത് പരമാവധി 100 പേര് എഴുതുന്നതിൽ 4 പേർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എത്ര പേർക്ക് ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ കിട്ടും? നമ്മുടെ ഗവൺമെൻറ് സീറ്റിൻ്റെ എണ്ണം കൂടി പരിഗണിക്കുമ്പോൾ 1.68%, പരമാവധി 2% എന്ന് പറഞ്ഞാൽ 100 പേരിൽ 2 പേർക്കാണ് കേരളത്തിൽ MBBSൻ്റെ ഗവൺമെൻറ് സീറ്റുകളിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, +2 കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നീറ്റ് UG എക്സാം എന്ന് പറയുന്നത് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷനായി നമുക്ക് പരിഗണിക്കാം. റിസൾട്ട് കാത്തിരിക്കുന്ന ഈ വേളയിൽ റിസൾട്ടിനെ സംബന്ധിച്ച ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയുന്നത് നന്നായിരിക്കും. നീറ്റ് UGയുടെ റിസൾട്ട് 2025 ജൂൺ 14 അനൗൺസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ ജൂൺ മാസം 20 കേരള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ജൂലൈ മാസം ആദ്യം മുതൽ തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് നിലവിൽ ടെൻറ്റേറ്റീവായി നീറ്റ് UG റിസൾട്ടിനെ സംബന്ധിച്ചും അതിൻ്റെ അലോട്ട്മെൻറ്റിനെ സംബന്ധിച്ചുമുള്ള ഏകദേശ ധാരണ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് MBBS, BDS, നഴ്സിംഗ് തുടങ്ങിയ കോഴ്സുകൾക്ക് എങ്ങനെയാണ്, എത്ര ശതമാനം വെച്ചാണ് അലോട്ട്മെൻറ്റുകൾ പോവുക എന്നാണ്. ഓൾ ഇന്ത്യ കോട്ടയിൽ 15% സീറ്റുകൾ എല്ലാ ഗവൺമെൻറ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലും കുട്ടികൾക്ക് ലഭിക്കും. ഇതിന് പാരലായി സ്റ്റേറ്റ് അലോട്ട്മെൻറ്റ് നടക്കും. അതായത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ 85% സീറ്റുകൾ സ്റ്റേറ്റ് അലോട്ട്മെൻറ്റാണ്. ശേഷിക്കുന്ന 15% ഓൾ ഇന്ത്യയിൽ ഫില്ലായി. ഇനി കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ 100% സീറ്റുകളും
സ്റ്റേറ്റ് അലോട്ട്മെൻറ്റിലൂടെ ഫില്ലാകും. ഫേസ് 1 കഴിഞ്ഞാൽ ഫേസ് 2 ആണ്. ഫേസ് 2-വിൽ BAMS, BHMS, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, വെറ്റിനറി സയൻസ്, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് തുടങ്ങി മറ്റ് എല്ലാ കോഴ്സുകളിലേക്കും അലോട്ട്മെൻറ്റ് നടക്കുന്നതും അഡ്മിഷൻ നടക്കുന്നതും ഫേസ് 2-വിലാണ്. എല്ലാവരും സംശയിച്ചിരിക്കുന്നൊരു മേഖലയെക്കുറിച്ചാണ് ഞാനിനി പറയാൻ പോകുന്നത്. എത്ര സ്കോർ കിട്ടിയാൽ ഈ വർഷം MBBS-ന് അഡ്മിഷൻ കിട്ടും? അതിൻ്റെ ഒരു സാധ്യതയെ നമ്മൾ വിശകലനം ചെയ്യണമെങ്കിൽ 2018 മുതൽ 2025 വരെ നടന്ന എല്ലാ നീറ്റ് UG പരീക്ഷകളുടെയും അഡ്മിഷൻ അനാലിസിസ് നടത്തണം. ഇപ്പോൾ 2018 MBBS-ൻ്റെ ഓൾ ഇന്ത്യ ലെവലിലെ ക്ലോസിംഗ് റാങ്ക് എത്രയെന്നും 2024 അത് എത്രയെന്നും നിങ്ങൾക്ക് മനസ്സിലായാൽ നമുക്ക് ഏറെക്കുറെ ഊഹിക്കാം 2025 എത്ര വരെ സ്കോർ കിട്ടുന്ന കുട്ടികൾക്ക് MBBS-ന് അഡ്മിഷൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു അനാലിസിസാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്കറിയാം 2018 500 സ്കോറിന് മുകളിലുള്ളവർക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ലാസ്റ്റ് അഡ്മിഷൻ ക്ലോസ് ആയി. 2019 575 സ്കോർ, ക്ലോസിംഗ് സ്കോർ. 2020 അത് 600, 2021 700, 2022 595 മുകളിൽ, 2023 610 മുകളിലും 2024 652 മുകളിലുമാണ് ക്ലോസിംഗ് MBBS അഡ്മിഷൻ നടന്നിട്ടുള്ളത്, ക്ലോസിംഗ് സ്കോറായി വന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2025 പരീക്ഷ നടന്നത് ഏറ്റവും ടഫസ്റ്റ് എക്സാമിനേഷൻ ആയിരുന്നു നീറ്റ് UGയുടെ ചരിത്രത്തിൽ തന്നെ. ഏകദേശം 2018 ആയിരുന്നു ഇതുപോലെ ടഫസ്റ്റ് ആയിട്ടുള്ളൊരു എക്സാമിനേഷൻ നടന്നത്. അപ്പം അതിന് സമാനമായ ഒരു എക്സാമിനേഷനാണ് 2025 നടന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ 2025 എത്ര സ്കോർ നേടിയാൽ നമുക്ക് MBBS-ന് ഓൾ ഇന്ത്യ കോട്ടയിൽ അഡ്മിഷൻ കിട്ടും, അല്ലെങ്കിൽ സ്റ്റേറ്റ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ളിടത്താണ് നമ്മുടെ ഈ ചർച്ചയുടെ പ്രസക്തി ചെന്ന് നിൽക്കുന്നത്. നിലവിൽ പരീക്ഷ എഴുതിയ നിങ്ങൾക്കറിയാം, നമുക്ക് 180 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത്. ആകെ സ്കോർ 720. അതിലെത്ര സ്കോർ ചെയ്താലാണ് നമുക്ക് ഈ വർഷം അഡ്മിഷൻ കിട്ടുക എന്നുള്ളിടത്താണ് നമ്മുടെ വിജയസാധ്യത. ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ഒക്കെ തന്നെ നീറ്റ് സ്കോറിനെ വിലയിരുത്തി അഡ്മിഷൻ അനാലിസിസ് നടത്തിയതിൽ നിന്ന് ഞങ്ങൾ എത്തിയ ചില നിഗമനങ്ങളുണ്ട്. അത് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഞാനിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് നീറ്റ് പരീക്ഷയിൽ കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോറും ആ സ്കോറിന് ഓൾ ഇന്ത്യയിൽ എത്ര റാങ്ക് വരെ വരാം, കേരളത്തിൽ എത്ര വരെ റാങ്ക് പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു അനാലിസിസാണ്. 690 മുതൽ 720 വരെ സ്കോർ ലഭിക്കുന്നവർക്ക് ഓൾ ഇന്ത്യയിൽ 15 വരെയുള്ള റാങ്കുകൾ പ്രതീക്ഷിക്കാം. കേരളത്തിലേക്ക് വരുമ്പോൾ അത് 1 മുതൽ 10 വരെയായി മാറും. 651 മുതൽ 690 വരെ സ്കോർ ലഭിക്കുന്നവർക്ക് 180 വരെയുള്ള റാങ്കുകൾ ഓൾ ഇന്ത്യയിൽ പ്രതീക്ഷിക്കാം. കേരളത്തിലത് 10 മുതൽ 20 വരെയുള്ള റാങ്കുകളിലേക്ക് മാറും. 600 മുതൽ 650 വരെ സ്കോർ ലഭിക്കുന്നവർക്ക് ഓൾ ഇന്ത്യയിൽ 650ാമത് റാങ്ക് വരെ പ്രതീക്ഷിക്കാം. കേരളത്തിലേക്ക് വരുമ്പോൾ 100 വരെയുള്ള റാങ്കുകൾ പ്രതീക്ഷിക്കാം. 575 മുതൽ 599 വരെ സ്കോർ ലഭിക്കാൻ സാധ്യതയുള്ളവർക്ക് 1100 വരെയുള്ള റാങ്കുകൾ ഓൾ ഇന്ത്യയിലും 150 വരെയുള്ള റാങ്കുകൾ കേരളത്തിലും പ്രതീക്ഷിക്കാം. 550 മുതൽ 574 വരെയുള്ള സ്കോർ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ 6500 വരെയുള്ള റാങ്കുകൾ ഓൾ ഇന്ത്യയിൽ പ്രതീക്ഷിക്കാം. 500 വരെയുള്ള റാങ്കുകൾ കേരളത്തിലും പ്രതീക്ഷിക്കാം. ഇനി 525 മുതൽ 550 വരെ സ്കോർ ലഭിക്കുന്നവർക്ക് 11,000 വരെ ഓൾ ഇന്ത്യയിൽ റാങ്ക് പ്രതീക്ഷിക്കാം. 11,000 വരെയുള്ള റാങ്കുകൾ പ്രതീക്ഷിക്കാം. കേരളത്തിലേക്ക് വരുമ്പോൾ അത് 1000-നകത്ത് 1000 വരെയുള്ള റാങ്കുകൾ പ്രതീക്ഷിക്കാം. ഇവിടെ വളരെ പ്രസക്തമായൊരു കാര്യം, 525 മുതൽ 550 വരെ സ്കോർ ലഭിക്കുന്ന കുട്ടികൾക്ക് ഓൾ ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും മെറിറ്റിൽ MBBS-ന് സീറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു കാറ്റഗറിയായിട്ട്
നമുക്ക് പ്രതീക്ഷിക്കാം. 525, 550, 500 മുതൽ 524 വരെയുള്ള സ്കോർ ലഭിച്ചാൽ ഏകദേശം 18,000 വരെ ഓൾ ഇന്ത്യയിലും 1,800 വരെ കേരളയിലും റാങ്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. 475 മുതൽ 499 വരെ സ്കോർ ലഭിച്ചാൽ 38,000 വരെ ഉള്ള റാങ്കുകൾ ഓൾ ഇന്ത്യയിൽ പ്രതീക്ഷിക്കാം. ഏകദേശം 3,900 വരെയുള്ള റാങ്കുകൾ കേരളത്തിലും പ്രതീക്ഷിക്കാം. അങ്ങനെ നോക്കുമ്പോൾ 475, 499, അതായത് ഏകദേശം 500-നുള്ളിൽ, 475-നും 500-നും ഉള്ളിൽ സ്കോർ ലഭിക്കുകയാണെങ്കിൽ കേരളത്തിൽ നമുക്ക് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് കിട്ടാനുള്ള സാധ്യതയാണ് ഇപ്രാവശ്യത്തെ നിലവിലെ സാഹചര്യം വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇതിൽ വേരിയേഷൻസ് വന്നേക്കാം. 425 മുതൽ 474 വരെ സ്കോറുള്ളവർക്ക് ഏകദേശം 55,000-ത്തിനകത്ത് 55,000-ത്തിനകത്തുള്ള റാങ്കുകൾ ഓൾ ഇന്ത്യയിൽ പ്രതീക്ഷിക്കാം. 8,000 വരെയുള്ള റാങ്കുകൾ കേരളത്തിൽ പ്രതീക്ഷിക്കാം. 400 മുതൽ 424 വരെയുള്ള സ്കോർ ലഭിച്ചാൽ 78,000 വരെയുള്ള റാങ്കുകൾ ഓൾ ഇന്ത്യയിൽ പ്രതീക്ഷിക്കാം. 9,000 വരെയുള്ള റാങ്കുകളോ കേരളത്തിൽ പ്രതീക്ഷിക്കാം. 375 മുതൽ 400 വരെയുള്ള റാങ്കുകൾ 375 മുതൽ 400 വരെയുള്ള സ്കോറുകൾ ലഭിച്ചാൽ 1,00,000 വരെയുള്ള റാങ്കുകൾ നിങ്ങൾക്ക് ഓൾ ഇന്ത്യയിലും 10,000 വരെയുള്ള റാങ്ക് കേരളയിലും പ്രതീക്ഷിക്കാമെന്നുള്ളിടത്താണ് ഞങ്ങളുടെ അനാലിസിസ് ചെന്ന് നിൽക്കുന്നത്. ഈ സ്കോറ്, അതിൻ്റെ റാങ്കും ഞങ്ങൾ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇതിൽ ചില വ്യത്യാസങ്ങൾ വന്നേക്കാം. ആക്ച്വൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ വ്യത്യാസം വന്നേക്കാം. എങ്കിലും വളരെ പ്രയാസപ്പെട്ട്, വളരെ ബുദ്ധിമുട്ടി കഴിഞ്ഞ 1 വർഷമോ 2 വർഷമോ ആയി ഒരു പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്കോറ്, അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റാങ്കാണ് ഞങ്ങൾ പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വരുന്ന വേരിയേഷൻസ് നിങ്ങൾ മനസ്സിലാക്കുക എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. ഈ ആൻസർ കീ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്കോർ വിലയിരുത്തിയിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ വർഷം MBBSന് ഓൾ ഇന്ത്യ കോട്ട നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ, കേരളത്തിൽ ഗവൺമെൻറ് സീറ്റ് കിട്ടുമോ, കേരളത്തിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം ഏകദേശം നിങ്ങൾക്ക് വിലയിരുത്തുവാൻ ഞങ്ങളുടെ ഈ ചർച്ച നിങ്ങൾക്ക് പ്രയോജനകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ചുരുക്കത്തിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ MBBS അഡ്മിഷൻ കിട്ടാൻ സ്കോറ് 530-നും 540-നും ഇടയ്ക്ക് സ്കോറ് വന്നാൽ നമുക്ക് ഇപ്രാവശ്യം ഓൾ ഇന്ത്യ കോട്ടയിൽ MBBS അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ 550-നും 560-നും ഇടയ്ക്കാണ് നിങ്ങൾക്ക് സ്കോർ കിട്ടുന്നതെങ്കിൽ നമുക്ക് ഗവൺമെൻറ് സീറ്റിൽ കേരളത്തിൽ MBBSന് സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു 450-നും 500-നും ഇടയ്ക്കാണ് നിങ്ങൾക്ക് സ്കോർ കിട്ടുന്നതെങ്കിൽ കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റ് കിട്ടാനും ഇപ്രാവശ്യം സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് സീറ്റുകൾ എടുക്കുമ്പോൾ നമുക്ക് എത്ര രൂപ ചെലവ് വരും? ഏകദേശം 12 ലക്ഷം രൂപ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നമുക്ക് ഫീസും മറ്റ് കാര്യങ്ങളുമായിട്ട് പ്രതിവർഷം ചിലവാകും. അപ്പോൾ 4.5 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 60 ലക്ഷം രൂപ നമുക്ക് കേരളത്തിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ ചെലവ് വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതൊക്കെയാണ് നിലവിൽ നമുക്ക് കേരളത്തിലും ഓൾ ഇന്ത്യ തലത്തിലും MBBS സീറ്റ് കിട്ടാനുള്ള സാധ്യതകൾ. ചുരുക്കത്തിൽ കേരളത്തിൽ MBBS പഠിച്ചു കഴിയുമ്പോൾ ഏകദേശം 60 ലക്ഷം രൂപ ചിലവാകുന്ന സാഹചര്യത്തിൽ നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനങ്ങളായ കർണാടകത്തിലും തമിഴ്നാട്ടിലും കുറച്ചുകൂടി സംഖ്യ ഉയരുകയാണ്. ഏകദേശം 90 ലക്ഷം മുതൽ 1.25 കോടി രൂപ വരെ 5.5 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിറങ്ങുമ്പോൾ നമുക്ക് ചിലവ് വരുന്ന സാഹചര്യവും ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് പ്രയാസപ്പെട്ട് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരു മികച്ച സ്കോർ നിങ്ങൾ നേടിയിട്ടുണ്ട്. 450-ഓ 400-ഓ സ്കോർ നേടുന്ന ഒരു കുട്ടിയും പഠിക്കാൻ മോശക്കാരല്ല എന്നുള്ളത് നമുക്കറിയാം. അത്രയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത്രയും സ്കോറുകൾ കുട്ടികൾ നേടിയെടുക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ
സീറ്റുകളുടെ കുറവും അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ നമുക്ക് MBBS സീറ്റുകളുടെ കുറവുമൊക്കെ നമുക്ക് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ കഴിവിനെ കുറച്ച് കാണാതെ നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യുന്നതിനായി എന്താണ് മറ്റൊരു മാർഗം? ഒരു ഡോക്ടറാകുക എന്ന സ്വപ്നം മനസ്സിൽ സൂക്ഷിക്കുന്ന, ഒരു ഡ്രീം സൂക്ഷിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്കുണ്ട്. അതോടൊപ്പം അവരുടെ രക്ഷിതാക്കളും. ഈ ഒരു റിയാലിറ്റി ഇവിടെ നിൽക്കുമ്പോൾ 60 ലക്ഷം രൂപയോളം കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നമ്മൾ ചിലവാക്കേണ്ടി വരുന്നു. കേരളത്തിന് പുറത്തുള്ള കോളേജുകളിൽ ഏകദേശം 90 ലക്ഷം മുതൽ 1.25 കോടി വരെ ചിലവാക്കിയാണ് നമുക്ക് പഠിക്കാൻ കഴിയുക. നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കണ്ടേ? എങ്കിൽ അതിന് മറ്റ് ചില മാർഗങ്ങളുമുണ്ട്. നിങ്ങൾക്ക് സ്കോർ കുറഞ്ഞു പോയി, റാങ്ക് മോശമായി പോയോ? അക്കാര്യത്തിൽ നിങ്ങളുടെ കഴിവിനെ ആരും വില കുറച്ച് കാണുന്നില്ല. നമ്മുടെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവരുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് ഇന്ത്യക്ക് പുറത്ത് മറ്റ് രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള നിരവധി മെഡിക്കൽ യൂണിവേഴ്സിറ്റികളുണ്ട്. ആ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ MBBS പഠനം പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ വന്ന് ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാം. വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനം നടത്താം. നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാം. എങ്കിൽ ഇതെങ്ങനെയെന്നല്ലേ? ഇക്കാര്യം അറിയുവാൻ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ദ കാൻബ്രിഡ്ജ് ഗ്ലോബൽ തിരുവനന്തപുരം.